നമസ്കാരം. രാജ്യത്തെ സാധാരണക്കാരായ നികുതിദായകർക്കും വാടക വീടുകളിൽ താമസിക്കുന്നവർക്കും ഒരുപോലെ ആശ്വാസം പകരുന്ന നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് CBDT ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് കരുതുന്ന പുതിയ ഇൻകം ടാക്സ് ഡ്രാഫ്റ്റ് റൂൾസ് രാജ്യത്തെ നികുതി ഘടനയിൽ വലിയ മാറ്റങ്ങൾക്കാണ് വഴിമരുന്നിടുന്നത്. കേന്ദ്ര ബജറ്റിൽ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ച നികുതി നടപടികളുടെ ലളിതവൽക്കരണത്തിന്റെ തുടർച്ചയായിട്ടാണ് ഈ 8 പ്രധാന പരിഷ്കാരങ്ങൾ ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. സങ്കീർണമായിട്ടുള്ള പേപ്പർ വർക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതം കൂടുതൽ സുതാര്യമാക്കുക എന്നതാണ് ഈ പുതിയ നിയമങ്ങളുടെ പ്രധാന ലക്ഷ്യം. വാടക വീടുകളിൽ താമസിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വലിയൊരു ജാക്ക്പോട്ട് സമ്മാനിച്ചുകൊണ്ടാണ് പുതിയ പരിഷ്കാരങ്ങൾ തുടങ്ങുന്നത്. നിലവിൽ മുംബൈ, ചെന്നൈ, ഡൽഹി, കൊൽക്കത്ത എന്നീ 4 മെട്രോ നഗരങ്ങളിൽ താമസിക്കുന്നവർക്ക് മാത്രമാണ് അടിസ്ഥാന ശമ്പളത്തിൻ്റെ 50% വരെ HRA ആനുകൂല്യം ലഭിച്ചിരുന്നത്. എന്നാൽ പുതിയ ഡ്രാഫ്റ്റ് പ്രകാരം ബാംഗ്ലൂർ, ഹൈദരാബാദ്, പൂനെ, അഹമ്മദാബാദ് എന്നീ വളർന്നു വരുന്ന നഗരങ്ങളെ കൂടി മെട്രോ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ഈ നഗരങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് നികുതി ഇളവിൽ വലിയ വർധനവുണ്ടാകും. ഉദാഹരണത്തിന് 40,000 രൂപ അടിസ്ഥാന ശമ്പളമുള്ള ഒരാൾക്ക് നോൺ മെട്രോ നഗരങ്ങളിൽ 16,000 രൂപ മാത്രം ഇളവ് ലഭിക്കുമ്പോൾ പുതിയ നിയമപ്രകാരം അത് 20,000 രൂപയായിട്ട് ഉയരും. ഇത് വർഷാവസാനം വലിയൊരു തുക നികുതിയിൽ നിന്ന് ലാഭിക്കാനായിട്ട് സഹായിക്കും. ബാങ്കിംഗ് ഇടപാടുകളിൽ സാധാരണക്കാർ നേരിടുന്ന പ്രധാന തലവേദനയായിട്ടുള്ള പാൻ കാർഡ് നിബന്ധനകളിൽ വരുത്തിയ ഇളവുകളാണ് ഇനി മറ്റൊരു പ്രധാന മാറ്റം. ചെറിയ തുകകൾ ബാങ്കിൽ നിക്ഷേപിക്കുമ്പോഴോ അല്ലെങ്കിൽ ആവർത്തിച്ചുള്ള KYC നടപടികൾ ചെയ്യേണ്ടി വരുമ്പോഴോ ഉള്ള ബുദ്ധിമുട്ടുകൾ ഇനി മുതൽ കുറയുന്നതാണ്. ചെറുകിട വ്യാപാരികൾക്കും അതോടൊപ്പം തന്നെ പെൻഷൻകാർക്കും തങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടുകൾ കൂടുതൽ ലളിതമായിട്ട് കൈകാര്യം ചെയ്യാൻ ഈ ഒരു പരിഷ്കാരം വഴിയൊരുക്കും. അനാവശ്യമായ രേഖകളുടെ സമർപ്പണം ഒഴിവാക്കുന്നതിലൂടെ ബാങ്കിംഗ് സേവനങ്ങൾ കൂടുതൽ ജനകീയമാവുകയും സാധാരണക്കാരുടെ സാമ്പത്തിക ഇടപാടുകൾ വേഗത്തിലാവുകയും ചെയ്യും. വിവാഹങ്ങൾക്കും കുടുംബ ചടങ്ങുകൾക്കുമായിട്ട് പണം ചിലവഴിക്കുമ്പോൾ പാൻ കാർഡ് ഹാജരാക്കേണ്ടതായിട്ടുള്ള ആ പരിധി അത് ഉയർത്തിയത് മധ്യവർഗ കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. നിലവിൽ 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഹോട്ടൽ ബില്ലുകൾക്കോ സ്റ്റേജ് ഡെക്കറേഷൻ, ഫുഡ് തുടങ്ങിയ സേവനങ്ങൾക്കോ പാൻ കാർഡ് നിർബന്ധമായിരുന്നു. എന്നാൽ പുതിയ നിർദ്ദേശപ്രകാരം ഈ പരിധി അത് 1 ലക്ഷം രൂപ വരെയായി ഉയർത്താനാണ് സാധ്യത. വിവാഹ സീസണുകളിൽ വലിയ തുകകൾ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ പേപ്പർ വർക്കുകൾ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. ഇനി കല്യാണം കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന യുവാക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും അനാവശ്യമായ നികുതി നടപടികളിൽ നിന്നും ഇത് വലിയ രീതിയിലുള്ള മോചനം നൽകുന്നുണ്ട്. രാജ്യത്തെ സാധാരണ കുടുംബങ്ങളുടെ വലിയൊരു സ്വപ്നമായ ആദ്യ വാഹനം വാങ്ങുന്നതിനും സർക്കാർ പുതിയ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപ വരെ വിലയുള്ള കാറുകൾ ആദ്യമായി വാങ്ങുന്നവർക്ക് പാൻ കാർഡ് വിവരങ്ങൾ നൽകേണ്ടതില്ല എന്നതാണ് ഇതിൽ പ്രധാനം. കാർ എന്നത് ഒരു ആഡംബര വസ്തുവല്ല, മറിച്ച് ഒരു അത്യാവശ്യമാണെന്ന മിഡിൽ ക്ലാസ് ചിന്താഗതിയെ സർക്കാർ ഇവിടെ അംഗീകരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണിത്. ഗ്രാമപ്രദേശങ്ങളിലെ കർഷകർക്കും ചെറുകിട ബിസിനസ് നടത്തുന്നവർക്കും തങ്ങളുടെ ആദ്യത്തെ വാഹനം അത് വലിയ നിയമക്കുരുക്കുകളില്ലാതെ സ്വന്തമാക്കാനായിട്ട് ഈ പുതിയ ഡ്രാഫ്റ്റ് റൂള് വളരെയധികം ഉപകരിക്കും. റിയൽ എസ്റ്റേറ്റ് മേഖലയിലും പുളകരമായിട്ടുള്ള മാറ്റങ്ങൾ പുതിയ ഇൻകം ടാക്സ് നിയമത്തിൽ ദൃശ്യമാണ്. വസ്തു ഇടപാടുകൾക്ക് പാൻ കാർഡ് നിർബന്ധമായിരുന്ന 10 ലക്ഷം രൂപ എന്ന പരിധി ഇപ്പോൾ 20 ലക്ഷം രൂപയായി ഉയർത്തിയിരിക്കുകയാണ്. ഇതോടെ 20 ലക്ഷം രൂപ വരെയുള്ള ഭൂമി ഇടപാടുകൾക്കോ വീട് വാങ്ങുന്നതിനോ കൂടുതൽ ലളിതമായിട്ടുള്ള നടപടിക്രമങ്ങൾ മതിയാകും. ഇനി സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നവുമായിട്ട് നടക്കുന്ന സാധാരണക്കാർക്ക് ഡോക്യുമെന്റേഷൻ സംബന്ധിച്ച സമ്മർദ്ദം കുറയ്ക്കാനും ഇടപാടുകൾ സുതാര്യമാക്കാനും ഈ മാറ്റം സഹായിക്കും. കുറഞ്ഞ വിലയിലുള്ള പ്രോപ്പർട്ടികൾ വാങ്ങുന്നവർക്ക് ഇത് വലിയ സാമ്പത്തിക ലാഭവും സമയലാഭവും നൽകുന്ന ഒന്നാണ്. ഇനി ഇൻഷുറൻസ് മേഖലയിലെ സുതാര്യത ഉറപ്പാക്കുന്നതിനായിട്ട് എല്ലാ പോളിസികളും നിർബന്ധമായും പാൻ ആധാർ ലിങ്കിങ് നടത്തണമെന്ന നിയമം കർശനമാക്കിയിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഒരു നിബന്ധനയായിട്ട് തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ വലിയൊരു ഗുണമുണ്ട്. തട്ടിപ്പുകൾ തടയാനും ക്ലെയിം സെറ്റിൽമെൻറ്റുകളൊക്കെ തന്നെ കൂടുതൽ വേഗത്തിലാക്കാനും ഈ ലിങ്കിങ് സഹായിക്കും. ഉപഭോക്താക്കളുടെയൊക്കെ തന്നെ ഡാറ്റ സുതാര്യത ഉറപ്പുവരുത്തുന്നതിലൂടെ അർഹമായ ഇൻഷുറൻസ് തുകകൾ യാതൊരു തടസ്സവുമില്ലാതെ ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്താൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് സാധിക്കും. അതിനാൽ തന്നെ ഇൻഷുറൻസ് എടുത്തവർ ഉടൻ തന്നെ തങ്ങളുടെ KYC വിവരങ്ങൾ പുതുക്കേണ്ടത് അനിവാര്യമാണ്. കോർപ്പറേറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ആശ്വാസകരമായിട്ടുള്ള മറ്റൊരു വാർത്ത കമ്പനി വാഹനങ്ങളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ടതാണ്. കമ്പനി കാർ ഉപയോഗിക്കുന്ന ജീവനക്കാർക്ക് പെർക്യൂസൈറ്റ് വാല്യൂ അടിസ്ഥാനത്തിലുള്ള നികുതി ഇളവുകൾ ഇനി മുതൽ വർദ്ധിക്കും. ഇന്ധനവിലയും വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി ചെലവുകളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജീവനക്കാരുടെ നികുതി ഭാരം കുറയ്ക്കാനായിട്ട് ഈ പുതിയ ഡ്രാഫ്റ്റ് സഹായിക്കും. സാധാരണ ഉദ്യോഗസ്ഥർക്ക് തങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് നികുതി ഇനത്തിൽ പോകുന്ന തുക ലാഭിക്കാൻ ഇതിലൂടെ സാധിക്കുന്നുവെന്നത് വലിയൊരു നേട്ടമാണ്. ഇനി ഭാവിയിലെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറുന്നതിൻ്റെ സൂചനയായിട്ട് ഡിജിറ്റൽ രൂപയ്ക്ക് പുതിയ നിയമത്തിൽ ഔദ്യോഗിക അംഗീകാരം ലഭിക്കുന്നുവെന്നതാണ്. ഡിജിറ്റൽ കറൻസി ഇടപാടുകൾക്ക് ഔദ്യോഗിക പദവി ലഭിക്കുന്നതോടെ പേപ്പർ രഹിത സാമ്പത്തിക വ്യവസ്ഥ കൂടുതൽ ശക്തിപ്പെടും. ഇത് ഇടപാടുകളിലെ സുതാര്യത വർദ്ധിപ്പിക്കുകയും കള്ളപ്പണ ഇടപാടുകൾ തടയാൻ സഹായിക്കുകയും ചെയ്യും. കേന്ദ്ര സർക്കാരിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ എന്ന സ്വപ്നത്തിലേക്ക് ഒരു വലിയ ചുവടുവയ്പ് കൂടിയാണിത്. ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ രാജ്യം ആധുനിക സാമ്പത്തിക ദിശയിലേക്ക് നീങ്ങുകയാണെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട്.
ചുരുക്കത്തിൽ 2026 ഏപ്രിൽ 1 മുതൽ നടപ്പിലാക്കാൻ പോകുന്ന ഈ പുതിയ ഇൻകം ടാക്സ് ഡ്രാഫ്റ്റ് നിയമങ്ങൾ സാധാരണക്കാരന്റെ പോക്കറ്റ് കാലിയാകാതെ സംരക്ഷിക്കാനാണ് ലക്ഷ്യമിടുന്നത്. സങ്കീർണമായ നികുതി നടപടികൾ ലളിതമാക്കുന്നതിലൂടെ ആളുകൾക്ക് നികുതി കൃത്യമായി അടയ്ക്കാനുള്ള താല്പര്യവും വർദ്ധിക്കും. കയ്യിൽ കിട്ടുന്ന ശമ്പളത്തിൽ വർധനവുണ്ടാക്കാനും, അതായത് ഹയർ ടേക്ക് ഹോം സാലറി, അതുപോലെ അനാവശ്യമായ പേപ്പർ വർക്കുകളിൽ നിന്ന് മുക്തി നേടാനും ഈ 8 മാറ്റങ്ങൾ സഹായകരമായി മാറും. സാമ്പത്തിക സുതാര്യതയും ഡിജിറ്റൽ വിപ്ലവവും ലക്ഷ്യമിട്ടുള്ള ഈ പരിഷ്കാരങ്ങൾ അത് വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയെ കൂടുതൽ കരുത്തുറ്റതാക്കുമെന്ന കാര്യം ഉറപ്പാണ്. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.